വിദ്യാർത്ഥി സമരം ഇതിൽ പറയരുത്. ഇത് ഈ സമരം നടത്തിയവരാരും വിദ്യാർത്ഥികളല്ല. അതിനകത്ത് പിന്നെ 30ാമത്തെ വയസ്സിൽ പിന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി അമേരിക്കയിൽ പോയിട്ട് ഒരു ബിരുദം പിന്നെ വാങ്ങാൻ വേണ്ടി പോയ ഒരാളുണ്ടാവുമായിരിക്കാം. മറ്റൊരാളാണെങ്കിൽ മാസം എന്തോ 4-5 ലക്ഷം രൂപ വാടകയ്ക്കുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയോ പ്രത്യേകിച്ച് വരുമാനമോ ഒന്നും ഉള്ളതായിട്ട് അറിവില്ല. അദ്ദേഹം 3 തവണ മറ്റോ ക്ലാറ്റ് പരീക്ഷ എഴുതി തോറ്റതിന് ശേഷം ഒരു 2ാം തരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ ജേർണലിസത്തിലോ മറ്റോ ഒരു ബിരുദം എടുത്തിട്ടുള്ള മനുഷ്യനാണ് ഒരു നേതാവ്. ഇവരാരും വിദ്യാർത്ഥികളല്ല. ഇവരെല്ലാം പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. പാറ്റാത്തലവൻ പെട്ടല്ലോ നാദാ. പാറ്റാത്തലവൻ ഓരോ ദിവസം കഴിയുന്തോറും പാറ്റാത്തലവന്റെ ആ ഒരു പൊയ് മുഖം എന്താണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പാറ്റാത്തലവന്റെ ഏറ്റവും വലിയ തോതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡ് രീതിയാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സമരം 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 എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നടത്തിയ സമരം. പക്ഷേ അതിനുശേഷം ഈ പറയുന്ന പാറ്റാത്തലവനായിട്ടുള്ള അഭിജിത്തിന് മിണ്ടാട്ടമില്ല. അങ്ങോട്ട് എന്താ പറയുക, ശബ്ദം പുറത്തു വരുന്നില്ല. കാരണം എന്താണ്? ഈ പറയുന്ന രീതിയിൽ ജാർഖണ്ഡിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. അവിടെ വിദ്യാർത്ഥികൾ തെരുവിൽ ഇറങ്ങുന്ന തരത്തിലോട്ട് സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ഒരു പ്രശ്നമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ മാറുകയാണ്. അത് പല രീതിയിൽ പലതരത്തിൽ അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചാബിലും സെയിം ഇഷ്യൂ തന്നെയാണ്. പക്ഷേ അവിടെയൊന്നും തന്നെ ഈ പറയുന്ന അഭിജിത്ത് ദീപികയ്ക്ക് മിണ്ടാട്ടമില്ല. അതായത് വായ പൊന്തുന്നില്ല എന്തെങ്കിലും പറയാനായിട്ട് നേരെ ചൊവ്വേ. അതെന്ത് തരം ന്യായമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒരു റിപ്പോർട്ടർ തന്നെ, ദേശീയ മാധ്യമ റിപ്പോർട്ടർ തന്നെ ഇയാളടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ജാർഖണ്ഡിലും പഞ്ചാബിലും നടക്കുന്ന പ്രശ്നത്തിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ആ ഒരു തരത്തിലുള്ള ആ ഒരു പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് നിങ്ങൾ മടിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെ മുടന്ത ന്യായങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മിണ്ടാട്ടമില്ലാത്ത തരത്തിലോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അഭിജിത്ത് ദീപികയുടെ നിൽപ്പ് കണ്ടതെന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇയാൾ വെറുമൊരു രാഷ്ട്രീയ ചട്ടുകമാണ്. അതായത് ഈ പറയുന്ന കോൺഗ്രസിന്റെയും AAP തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ മറ്റു പലരുടെയും ഒക്കെ തന്നെ രാഷ്ട്രീയ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ 100% വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ കേരള മാപ്രകൾ ഇതിൻ്റെയൊക്കെ തന്നെ മറുവശം കാണിക്കുന്നില്ല. ഈ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ അവിടെ കാണിച്ചു കൂട്ടുന്ന ഒരു വശം മാത്രം കാണിക്കും. അതേസമയം അതിന്റെ മറുവശം എന്താണ് എന്നുള്ളതും ഇവരുടെയൊക്കെ അജണ്ടകളെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വരുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളും ഒന്നും തന്നെ കേരള മാപ്രകൾ മിണ്ടത്തില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്ന അഭിജിത്തിന് 16ന്റെ പണിയാണ് ഇനി കിട്ടാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ ഏറ്റവും വലിയ ഒരു ഇതാണ് ഈ പറയുന്നത് പഞ്ചാബ്, AAP ഭരിക്കുന്ന പഞ്ചാബും കോൺഗ്രസിന്റെ ജാർഖണ്ഡും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വാ തുറക്കാൻ പോലും കഴിയാത്ത വണ്ണം മൂടിക്കെട്ടിയിരിക്കുന്ന പാറ്റകളുടെ തലപ്പത്തിരിക്കുന്നവന്മാർ, ഈ പറയുന്ന അഭിജിത്ത് ഉൾപ്പെടെയുള്ളവന്മാർക്ക് വാ തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഇവന്മാരുടെ ഡബിൾ സ്റ്റാൻഡ് രീതിയും ഇവന്മാരുടെ എല്ലാ രീതിയിലുള്ള പൊയ് മുഖങ്ങളും എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കും. അതായത് മോദിക്കെതിരെ സംസാരിക്കുക, BJPയെ എങ്ങനെയും താഴെ ഇറക്കാനായിട്ടുള്ള പഠിച്ച പണി 18 ഉടായ്പിലൂടെ ശ്രമിക്കുക എന്നത് മാത്രമായിരുന്നു ഉമ്മാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഓമാർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അത് ആളിക്കത്തുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന കേന്ദ്രം അത് വെള്ളമൊഴിച്ച് കെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് യുവമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു കുരുപൊട്ടലായി പോയി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. പാറ്റകളെ കൊണ്ടുവന്ന് എന്തോ ഒന്ന് മലമറിച്ച് കളയാമെന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഒക്കെ തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പാറ്റകളുടെ തനി ഗുണം എന്താണെന്നുള്ളതും പാറ്റകൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമ്മുടെ നാടിന്റെ സമാധാനം കെടുത്താനായിട്ട് ആരെങ്കിലും ഒക്കെ അനധികൃതമായിട്ട് ശ്രമിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അവനൊക്കെ തന്നെ അധികം വൈകാതെ തന്നെ പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.